ഹായ്, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് 50,000 രൂപയിൽ താഴെയുള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രൊഫഷണൽ ക്യാമറ എല്ലാവർക്കും വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഫോട്ടോഗ്രാഫി താല്പര്യപ്പെടുന്ന, പ്രത്യേകിച്ച് വ്ളോഗിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റിനടങ്ങുന്ന ഒരു നല്ല ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ടൈം മീഡിയയ്ക്ക് സന്തോഷമുണ്ട്. നമുക്ക് ആ ക്യാമറ ഒന്ന് പരിചയപ്പെടാം. Canon EOS 200D Mark II. പിന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ പലരും ലോക്ക്ഡൗൺ കാലത്ത് പാട്ട് പാടാൻ പഠിച്ചു. സ്മ്യൂളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പാടി സോഷ്യൽ മീഡിയകളിൽ പബ്ലിഷ് ചെയ്തു, കയ്യടി വാങ്ങി, ലൈക്സും കമൻറ്റും ഷെയറും ഒക്കെ ധാരാളം മേടിച്ചു. അതോടൊപ്പം ചിലർ ഗാർഡനിങ് തുടങ്ങി, ചിലർക്ക് പച്ചക്കറി കൃഷിയോടായിരുന്നു താല്പര്യം. അവിടെയും പലരും കൈവച്ച് വിജയിച്ചു വരുന്നു. ഏതായാലും ഈ സമയത്ത് വ്ളോഗിങ് തുടങ്ങിയ ഒട്ടേറെ പേരുണ്ട്. പാചകത്തെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും മറ്റ് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വ്ളോഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി തുടങ്ങി: മൊബൈലിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പോൾ അടുത്തായിട്ടുള്ള രണ്ടാമത്തെ ചിന്ത എന്താണ്? മൊബൈലിന് പകരം എന്ത് ചെയ്യും? മൊബൈലിന് പകരം ഒരു പ്രൊഫഷണൽ ക്യാമറ വേണം. പ്രൊഫഷണലായ ഒരു വ്യക്തിയെ കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പുതിയതായിട്ട് വ്ളോഗിങ്ങിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു Canon EOS 200D Mark II. നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയൽ നമ്പർ വായിക്കാം. EOS 200D Mark II. ഇതിൽ 2 ലെൻസുകളാണുള്ളത്. ഒരു കോംബോ ഓഫറാണ്. കോംബോ ഓഫർ ഉള്ളപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ആ ലെൻസുകൾ വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾക്ക് പണം അധികം കൊടുക്കേണ്ടതായിട്ട് വരും. കോംബോ ഓഫർ വരുമ്പോഴത്തേക്ക് അല്പം ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 ലെൻസുകളുടെ അതിനകത്തുള്ളത് 1855 1855 IS STM ലെൻസ്. STM ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെൻസ് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ചില മോട്ടറുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാനുള്ള സംവിധാനം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊരു 2 ലെൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തേത് 1855 1855, മറ്റേ ലെൻസ് 55 to 250, അതായത് ഒന്ന് 18 തൊട്ട് 55 വരെ തീരുമ്പോൾ മറ്റേത് 55 തൊട്ട് 250 വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെൻസാണ്. അത് STM ലെൻസാണ്. ഇതൊരു കിറ്റ് ലെൻസാണ്. ഈ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഈ ഒരു സാധനമാണ്. യൂസർ മാനുവൽ എന്ന് പറയുന്ന സംഗതി കാണുമ്പോൾ പലർക്കും അലർജിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിൽ നിന്ന് ഒരു യൂസർ മാനുവൽ എടുത്താൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒറ്റയേർ. നോ, അത് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് പിന്നീട് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ ഇതിനകത്തുണ്ടാവും. വളരെ സങ്കീർണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ക്യാമറ. എൻ്റെ സുഹൃത്തും കേരളത്തിലെ മികച്ച ഫോട്ടോഗ്രാഫറും ട്രെയിനറും മോട്ടിവേറ്ററും ഒക്കെയായ ശ്രീ അസീം കോമാച്ചി ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ചെറിയ ക്യാമറ അതൊന്ന് തുറന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ഒന്ന് പുറത്തെടുക്കാമെങ്കിൽ 2 സഞ്ചി നിറയെ കാണും എന്നാണ് പറഞ്ഞത്. അതൊരല്പം അതിശയോക്തി തോന്നിയെങ്കിലും ഞാൻ ഓർക്കുകയായിരുന്നു, മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ചന്ദ്രനിലെത്തുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ചന്ദ്രനിലെത്തിയില്ലെങ്കിലും കിലോമീറ്ററുകൾ നീളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്യാമറയുടെ സങ്കീർണത കൂടുന്തോറും നിങ്ങളുടെ സംശയങ്ങളും വളരെയധികം വർദ്ധിക്കാനിടയുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ് ഇത്. ഇത് പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വാറണ്ടി കാർഡാണ്. എന്തൊക്കെയാണ് അക്സസറീസ് ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ലെൻസാണ്. ഈ ലെൻസ് 1855 ആണ്. ഈ കൂട്ടത്തിൽ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ലെൻസ് മാത്രമാണ്. നമുക്ക് കോംബോ ഓഫർ ആണെങ്കിൽ കൂടി ഒറ്റ ലെൻസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇതിൽ ഞാൻ 1855 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇതിലൂടെ 55 250 എന്ന ലെൻസ് ഞാൻ ഇപ്പോൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വാങ്ങിക്കാം. അത് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അല്പം സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഈ ലെൻസ് STM ലെൻസാണ്. ഇതിന് ഇമേജ് സ്റ്റെബിലൈസർ എന്നൊരു സൗകര്യമുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടായാൽ പോലും അത് പുറത്ത് കാണാത്ത വിധത്തിൽ, അത് റിസൾട്ടിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു സ്റ്റെബിലൈസേഷൻ നടത്തുന്നുണ്ട്. ഇത് ഇമേജ് സ്റ്റെബിലൈസറുള്ള ഒരു ലെൻസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു എൻട്രി ലെവലിൽ ലഭിക്കാവുന്ന ഒരു നല്ല ലെൻസ് തന്നെയാണിത്. ഇതിന് സ്റ്റെബിലൈസർ ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില അക്ഷരങ്ങളും അക്കങ്ങളും അളവുകളും ഒക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഭാവിയിൽ നമ്മുടെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നല്ലൊരു ലെൻസിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലെൻസ് മാത്രം പോരല്ലോ, മറ്റ് അറ്റാച്ച്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. പണ്ടത്തെയൊക്കെ ക്യാമറകളുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര കനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ഇത് വളരെ സിമ്പിളാണ്. ഈ സംഭവം കാണാൻ തന്നെ ക്യൂട്ടാണ്. ഞാൻ അതിൻ്റെ കവർ ഒന്ന് അഴിക്കാം. 1040 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഉപയോഗിക്കാമെന്നുള്ളതാണ് കമ്പനി പറയുന്നതെങ്കിലും 2 മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ട്രാവലേഴ്സിന് ഒരു ബാറ്ററി കൊണ്ടൊന്നും കാര്യങ്ങൾ ഓടത്തില്ല. ആദ്യം ഇതിൻ്റെ ലൈഫ് ഒന്ന് പഠിച്ചിട്ട് പുതിയൊരു അഡീഷണൽ ബാറ്ററി കൂടി വാങ്ങുന്നത് നിങ്ങളുടെ വ്ളോഗിങ്ങിനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചാർജറും വയറും 2ആയിട്ട് കിടക്കുന്നത് കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് വളരെ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതുള്ളൂ. ഇവിടെ നോക്കുക, നിങ്ങളുടെ ചാർജർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് 16 GB സാൻഡിസ്കിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. 48 MB/s ട്രാൻസ്ഫറിങ് സ്പീഡുണ്ട്. ഇതിന് ക്ലാസ് 10 കാർഡാണ്.
ഇതിന് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ സ്ട്രാപ്പിനകത്ത് ഇത്ര പ്രാധാന്യം പറയാനുള്ളത്? ഞാനത് പൊട്ടിച്ച് കാണിക്കാം. ഈ നമ്മുടെ ക്യാമറ താഴെ വീഴാതെയും മറ്റ് പരിക്കുകൾ പറ്റാതെയും സൂക്ഷിക്കാൻ സ്ട്രാപ്പ് വളരെ സഹായിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു രഹസ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ക്യാമറ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതും ഈ സ്ട്രാപ്പാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കയ്യിൽ വർക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ വിയർപ്പ്, നിങ്ങൾ തോളിൽ ഇതിടുമ്പോൾ നിങ്ങളുടെ തോളിലെ കഴുത്തിൽ നിന്നുള്ള വിയർപ്പ്, ഇതെല്ലാം ഈ സ്ട്രാപ്പിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ വീട്ടിലെത്തി നേരെ ഈ സ്ട്രാപ്പും എല്ലാം കൂടെ കൂട്ടി ക്യാമറ ചുറ്റിക്കെട്ടി എവിടെയെങ്കിലും ഒരിടത്ത് തുണിയിൽ പൊതിഞ്ഞു വെക്കും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാമറ ഫംഗസ് പിടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. ഈ സ്ട്രാപ്പ് ഊരി മാറ്റി വെക്കുന്നത് നല്ലൊരു ശീലമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള വീഡിയോഗ്രാഫേഴ്സ് ആരും തന്നെ ഈ സ്ട്രാപ്പ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ക്യാമറ നന്നായി സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാപ്പ് ഒഴിവാക്കി ചെയ്യാൻ കഴിയും. തുടക്കക്കാർ അങ്ങനെ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ പോലും ഈ സ്ട്രാപ്പിൽ നിന്ന് വിയർപ്പ് പറ്റിയിട്ട് നിങ്ങളുടെ ക്യാമറയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജിനേക്കാൾ നല്ലത് ഈ സ്ട്രാപ്പ് ഇടാതെ നിങ്ങൾ സൂക്ഷിക്കുന്നതായിരിക്കും. ഇനിയാണ് നമ്മളെ കാത്തിരുന്ന സമയം. നമ്മളുടെ കഥാനായകൻ രംഗത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. ക്യാമറ നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ക്യാമറയെ പതുക്കെ ഒന്ന് പരിചയപ്പെടാം. ക്യാമറ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, ക്യാമറയെ ഒരു പുഷ്പത്തെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ചെയ്യണം നമ്മൾ. കാരണം ക്യാമറ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു ഉപകരണമായതുകൊണ്ട് ഒരു കാരണവശാലും ക്യാമറ റഫായിട്ട് ഉപയോഗിക്കരുത്. ശരി, നമ്മളത് അവനെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു എൻട്രി ലെവൽ ക്യാമറ EOS 200D2. അപ്പോൾ കാണുമ്പോഴേ നമുക്ക് പറയാം, ആഹാ എന്തൊരു അന്തസ്സെന്ന് പറയാൻ പറ്റും. നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ സിനിമയിൽ പെടുന്നവർക്ക് നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനെ നമ്മൾ പറഞ്ഞു പോയത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ആ ഒരു വ്യൂ ഫൈൻഡർ നോക്കിക്കേ, നിങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണാം. സാധാരണഗതിയിലുള്ള ക്യാമറകൾക്ക് ഡിസ്പ്ലേ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും. ഇത് നമുക്ക് ഒത്തിരി ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല വ്ളോഗേഴ്സിന് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ സംഗതി വെച്ചിട്ട് നമുക്ക് സ്വയമായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ വീഡിയോസ് ഒരു ട്രൈപോഡിൽ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഈ വ്യൂ ഫൈൻഡർ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഫീച്ചറാണ് കാനോൺ ഈ ക്യാമറയിൽ നമുക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് വ്ളോഗേഴ്സിന് ഈ ക്യാമറയെ സുപരിചിതനാക്കി കൂട്ടുകാരനാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ക്യാമറയെ വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുക, റഫായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. നമുക്കിത് ഇവിടെയാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ്. നമുക്ക് പതുക്കെ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മെമ്മറി കാർഡ് ഇടേണ്ടതും അവിടെ തന്നെയാണ്. ഇവിടെ നോക്കുക, മെമ്മറി കാർഡ് ബാറ്ററിയോട് ചേർന്നാണ് ഇടേണ്ടത്. അപ്പോൾ മെമ്മറി കാർഡ് ഇടുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ മെമ്മറി കാർഡ് ഡാമേജ് ആയി പോകാനും പിന്നെ ആ കാർഡ് ചെന്ന് മുട്ടുന്ന ചില സ്ലോട്ടിൻ്റെ ഭാഗങ്ങൾ ഡാമേജ് ആകാതിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓരോ ക്യാമറയ്ക്ക് ഓരോ തരത്തിലായിരിക്കും മെമ്മറി കാർഡ് ഇടേണ്ടത്. നോക്കൂ, ഇതിൻ്റെ പേരുകൾ എഴുതിയിരിക്കുന്ന ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ കാർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പവർ കൊടുക്കാം. ഇതാ നമ്മുടെ ബാറ്ററി. അത് ഈ പറഞ്ഞ പോലെ തന്നെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. നമുക്ക് എടുക്കേണ്ടപ്പോൾ ഈ ലോക്കിൽ ഒന്ന് ഞെക്കിയാൽ മതി, റിലീസ് ചെയ്തെടുക്കാം. ഇത് നോക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് അടയ്ക്കുക. ഇനി നമുക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ലെൻസാണ്. ലെൻസ് അങ്ങനെ പിടിപ്പിക്കും. നോക്കൂ, ഈ ലെൻസ് ക്യാപ്പ് പതുക്കെ കറക്കി ഊരിയെടുക്കാം. അതിനു മുൻപായി നമുക്ക് ഈ ലെൻസിൻ്റെ ബാക്ക് കവർ ഒന്ന് അഴിച്ചു മാറ്റാം. എന്നിട്ട് ഞാൻ ഈ ലെൻസ് ക്യാപ്പും എടുത്ത് മാറ്റി. ഈ ലെൻസ് കവർ അധികം സമയം ഓപ്പൺ ആക്കി വെക്കരുത്. നമ്മുടെ പൊടി, ഡസ്റ്റ്, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് വലിയ ശല്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ സംഗതി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നേരെ നിങ്ങളൊരു കണ്ണാടി പോലൊരു സംഗതി കാണുന്നുണ്ട്. അതിലോ അതിൻ്റെ ആ കണ്ണാടി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറയിൽ കാണുന്നത് ഇതിൻ്റെ സെൻസറാണ്. അതുകൊണ്ട് തന്നെ ആ സെൻസറൊന്നും കാണാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. ഈ പറയുന്ന ഗ്ലാസ്സിലോ സെൻസറിലോ ഒന്നും നിങ്ങളുടെ കൈകൾ കൊണ്ട് ടച്ച് ചെയ്യരുത്. ലെൻസ് ഊരി മാറ്റുമ്പോൾ അല്ലാതെ ഒരു കാരണവശാലും ഈ ഭാഗം എക്സ്പോസ് ആയിരിക്കാൻ ഇടവരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലെൻസിൽ നിങ്ങളൊരു വൈറ്റ് സ്പോട്ട് കാണുന്നു. ക്യാമറയുടെ ഈ ഭാഗത്തും ഒരു വൈറ്റ് സ്പോട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 വൈറ്റ് സ്പോട്ടും ഒരുമിച്ച് ചേരുന്നത് പോലെ വെച്ചിട്ട് ക്ലോക്ക് വൈസിൽ ഒന്ന് കറക്കി കൊടുക്കുക. ഓക്കെ, റൈറ്റ്. ഒരു ചെറിയ സ്വരം കേട്ടു. ആ സ്വരം കേട്ടതിൻ്റെ അർത്ഥം നിങ്ങളുടെ ക്യാമറയിലേക്ക് നിങ്ങളുടെ ലെൻസ് അറ്റാച്ചായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരി മാറ്റാം. പൊടിയും ബുദ്ധിമുട്ടും ലെൻസിനെ ബാധിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല UV ഫിൽറ്റർ വാങ്ങി ഇതിൻ്റെ മുൻപിൽ ഇടാവുന്നതാണ്. UV ഫിൽറ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ വില കുറഞ്ഞ UV ഫിൽറ്റർ ഇടുന്നതിനേക്കാൾ ഭേദം അത് ഇടാതിരിക്കുന്നതാണ്. ഇടുകയാണെങ്കിൽ വളരെ വില കൂടിയതും പ്രയോജനമുള്ളതുമായ UV ഫിൽറ്റർ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് എപ്പോഴും ഓണാക്കി ഇടണം. ഓട്ടോ ഫോക്കസോ മാനുവൽ ഫോക്കസോ നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ ഷൂട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് മാറ്റിയിടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ചില ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകാശം തീരെ കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാനായി കമ്പനി തന്നിരിക്കുന്ന ഒരു ഫ്ലാഷാണിത്.
ഫ്ലാഷ് ഉപയോഗിക്കാതെ പടം എടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അധികം ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പടത്തിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പടം ഫ്ലാറ്റായി പോകും. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം രാത്രി ഷോട്ടുകളിലൊക്കെ അത്യാവശ്യം വന്നാൽ മാത്രമേ അത് ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ ഈ ഫ്ലാഷ് ഉപയോഗിക്കണമെന്നില്ല. ഇതൊരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. US 200D2ൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക്, അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്യാമറയുടെ പ്രധാനപ്പെട്ട 4 പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് USB പോർട്ടാണ്, മറ്റത് HDMI പോർട്ടാണ്. ഇതിൽ HDMIയുടെ കേബിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. അത് കേബിൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും 2 പോർട്ടുകൾ നമുക്ക് USB പോർട്ടും HDMI പോർട്ടും ഉണ്ട്. അത് മറക്കരുത്. അത് ഉപയോഗിക്കാം. ഇത് വളരെ പ്രയോജനമുള്ള 2 പോർട്ടുകളാണ്. എന്നാൽ എനിക്ക് അതിനേക്കാൾ ഈ ക്യാമറയോട് താല്പര്യം തോന്നാനുള്ളൊരു മുഖ്യ കാരണം അതല്ല. സാധാരണ എൻട്രി ലെവൽ ക്യാമറകളിൽ ഒരിക്കലും കാണാത്തൊരു സംഭവമാണ് ഈ മൈക്ക് ഇൻപുട്ട്. അതിൻ്റെ ബിൽറ്റിൻ മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യുന്നതല്ലാതെ മറ്റൊരു സംവിധാനം ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ബിൽറ്റിൻ മൈക്ക് ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ പോർട്ട് നമുക്ക് വളരെ പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് വ്ളോഗർമാർക്ക് ഈ മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക് ഇതിലേക്ക് കൊടുത്ത് ക്ലാരിറ്റിയോടുകൂടി തന്നെ അവരുടെ ഓഡിയോ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കാണുകയാണ്. 24 മെഗാ പിക്സൽ ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വാങ്ങാൻ ലഭിക്കുന്നത്. എൻട്രി ലെവലിൽ തന്നെയാണ് അത്ര ഒരു മെഗാ പിക്സൽ ക്യാമറ കിട്ടുന്നത് എന്നുള്ളത് ഓർക്കണം. ഏറ്റവും വലിയ അട്രാക്ഷൻ 4K വീഡിയോ റെക്കോർഡിംഗ്. 4K വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് വളരെ ക്വാളിറ്റിയിൽ സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഷാർപ്പ് ഫോക്കസിങ്ങിന് ഐ ഡിറ്റക്ഷൻ സൗകര്യം ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് വൈഫൈ സൗകര്യമാണ്. ഈ ക്യാമറയെ നിങ്ങൾക്ക് ഒരു ട്രൈപോഡിലോ സ്റ്റാൻഡിലോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിയന്ത്രിക്കാം. പടങ്ങൾ എടുക്കാം, മൂവി എടുക്കാം. അത് വലിയൊരു സൗകര്യമാണ്. മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് ഒറ്റയ്ക്കൊരു വ്ളോഗ് ചെയ്യണമെങ്കിലും ഈ സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾ അതേ സെക്കൻഡിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പറപ്പിച്ചു വിടാനുള്ള എല്ലാ സൗകര്യവും ഇതിനകത്തുണ്ട്. നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യും. ഇതിൻ്റെ ബോഡി മാറ്റ് ഫിനിഷിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. കൂടാതെ ആർട്ടിഫിഷ്യൽ ലെതർ ഗ്രിപ്പും അവിടെ ഇവിടങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുമൊക്കെ നമ്മളുടെ ഗ്രിപ്പിന് വളരെ സഹായം ചെയ്യും. ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേയുടെ കാര്യമാണ്. അത് ടിൽറ്റ് ചെയ്യാമെന്നുള്ളതിന് കൂടാതെ തന്നെ ഡിസ്പ്ലേയിലെ ടച്ച് സ്ക്രീൻ വളരെ സെൻസിറ്റീവായ, വളരെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ടച്ച് ചെയ്ത് കാര്യങ്ങളെ കൊണ്ടുവരാൻ വളരെ വേഗത്തിൽ തന്നെ മറ്റു മെനുവിലൊന്നും പോകാതെ തന്നെ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്ത് ISOയും സ്പീഡും അപ്പർച്ചറും എല്ലാം മാറ്റുവാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഫോട്ടോ എടുക്കാനാണ്, വീഡിയോ എടുക്കാനാണെങ്കിലും പല മോഡുകൾ ഈ ഡയലിൽ നമുക്കുള്ളതുകൊണ്ട് കാലാവസ്ഥ മാറുന്നതനുസരിച്ച്, നമ്മുടെ ലൈറ്റ് മാറുന്നതനുസരിച്ച് പല മോഡുകളിൽ നമുക്ക് ചിത്രങ്ങളും മൂവികളും വളരെ വേഗത്തിൽ അനായാസം മെഴിവാർന്ന ചിത്രങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയും. 2 വർഷം വാറണ്ടിയെക്കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. പ്രൊഫഷണൽ ക്യാമറകളുടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അധികം സമയം കയ്യിൽ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വല്ലാതെ കൈക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് വളരെ ഭാരം കുറഞ്ഞ ക്യാമറ ആയതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഓൺലൈനിൽ ഇത്തരം ക്യാമറകൾ വാങ്ങിക്കാൻ ലഭിക്കുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഡീലറോട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ ഡീലറുടെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. കുത്തക കമ്പനികൾ മാത്രം ജീവിച്ചാൽ പോരാ. നമ്മുടെ തൊട്ടടുത്തുള്ള വ്യാപാരികളെയും വ്യവസായികളെയൊക്കെ ഒന്ന് പരിഗണിക്കണം. ഏതൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും നിങ്ങൾ ഈ കുത്തക ഷോപ്പുകളിൽ മാത്രം പോകാതെ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യാപാരികളെ കൂടി പരിഗണിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പക്ഷേ അവരിൽ നിന്നും ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനൊരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ ക്യാമറ പർച്ചേസ് ചെയ്തത് ഫോട്ടോ ലിങ്ക് എന്ന് പറയുന്ന 4 നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. അവരുടെ ചങ്ങനാശ്ശേരിയിലെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇത് വാങ്ങുവാൻ കഴിഞ്ഞത്. ആ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് കഴിഞ്ഞ് 25ലധികം വർഷങ്ങളായിട്ട് വളരെ പരിചയമുള്ളതാണ്. അവരുടെ നല്ല സർവീസാണ്. മാത്രമല്ല ചങ്ങനാശ്ശേരിയിലെ അവരുടെ സ്റ്റാഫ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ പോകാൻ എനിക്ക് വളരെ താല്പര്യമാണ്. അവർ നന്നായി കസ്റ്റമറോട് ഇടപെടുന്നവരാണ്. അതുപോലെ തന്നെ ഈ ക്യാമറ പോലുള്ള ഒരു ഉപകരണമൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് വളരെ സങ്കീർണമായ ഒരു ഉപകരണമാണ്. ഇങ്ങനെയുള്ള സംഗതികൾ
ക്വാളിറ്റികളൊക്കെ വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് തൊട്ട് നോക്കുവാൻ അല്ലെങ്കിൽ ഒരു പടം എടുത്ത് നോക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവർ ബോക്സിൽ കൊണ്ട് വീട്ടിൽ തരുന്നു, പിന്നീടാണ് നമ്മൾ ക്യാമറയെ തൊടുന്നത്. അങ്ങനെ വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പല തരത്തിലുള്ള എൻട്രി ലെവൽ ക്യാമറകൾ, പല ബ്രാൻഡിലുള്ള ക്യാമറകൾ. ഇവയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പടം എടുത്ത് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ പോയി ഇത് പർച്ചേസ് ചെയ്യുന്നതിനോട് എനിക്ക് വളരെ താല്പര്യമാണ്. നിങ്ങളോടും അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമറ വാങ്ങിച്ച ഷോപ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ, അതിൻ്റെ ഫോൺ നമ്പറുകൾ, വെബ്സൈറ്റ്, ഇതെല്ലാം ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ അവർ തയ്യാറാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. മാർട്ടിൻസ് ടെക് വേൾഡിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടൈം മീഡിയയുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. നമസ്കാരം.